എല്ലാ കാലഘട്ടത്തിലും പാർട്ടിക്കുള്ള പൊതു വീക്ഷണം അവിടെ സുഗമമായി തന്നെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് വിധേയമായി പോകണമെന്നാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായത് മാത്ര ധാരണയൊന്നുമല്ല. പാർട്ടിക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് CPI. മതനിരപേക്ഷത ഡെഫിനിഷൻ ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ എവിടെയെങ്കിലും ഭംഗിക്കുന്ന ഒരു സമീപനവും പാർട്ടിക്കില്ല. വിവേകാനന്ദൻ അതിന് കൊടുത്തൊരു ഡെഫിനിഷനുണ്ട്. ഒരു വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് അവൻ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളോ മൂർത്തിയുടെ മുമ്പിലോ ആ വിശ്വാസം നിലനിർത്തി പോകാനും വാചാലമായി പറയാനുള്ള അവകാശം അംഗീകരിക്കുന്ന പോലെ ഒരു അവിശ്വാസിക്ക് അവൻ്റെ ധാരണകളുമായി മുന്നോട്ട് പോകാനാണ് മതനിരപേക്ഷത എന്ന് സ്വാമി വിവേകാനന്ദൻ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മുറുകെ പിടിച്ചാണ് CPI മുന്നോട്ട് പോവുക. ഈ കാര്യത്തിലൊക്കെ മതനിരപേക്ഷതയാണ് നമ്മുടെ. അതുകൊണ്ട് ഒരാചാരാനുഷ്ഠാനവും ഒരു സ്ഥലത്തെ നിഷേധിക്കുകയോ അവിടെ ക്ഷീണം വരുത്തുകയോ ശൈലിയല്ലത്. എല്ലാ കാലത്തും അത് ജാഗ്രതാപൂർണ്ണമായി ചെയ്യണമെന്നാണ്. പിന്നെ അത് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ കൂടി അതിനകത്തുണ്ടാവും എന്നുള്ളതാണ്. അതിനകത്ത് വ്യത്യസ്തമായ ഒരു ശൈലിയല്ല ഇവിടെ സ്വീകരിച്ചത്. ഇല്ല, നമുക്ക് അപ്പോഴത്തും ഇപ്പോഴത്തെയുള്ള നിലപാട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ചല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഇതിനെ കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായം നമുക്കില്ല. ഇപ്പോൾ സുപ്രീം കോടതി മുമ്പാകെ ആ വിഷയം വീണ്ടും നിൽക്കുകയാണ്. നമ്മൾ പോയിട്ടുണ്ട് കേസുമായിട്ട്. ഇനി അത് വിധി വരട്ടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിച്ചാൽ മതി. അല്ലാതെ സ്ത്രീയെ പ്രവേശിപ്പിക്കുന്ന ഒരു തീരുമാനമൊന്നും പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ ഇല്ല. ഞങ്ങൾ ശബരിമല ദേവസ്വം വകുപ്പ് എൻ്റെ വന്നതിന് ശേഷം 5 ദേവസ്വം ബോർഡാണ് ദേവസ്വം വകുപ്പിന് കീഴിലുള്ളത്. 1 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 മലബാർ ദേവസ്വം ബോർഡ്, 3 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 4 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 5 കൂടൽമാണിക്യ ദേവസ്വം ബോർഡ്. ഈ 5 ദേവസ്വം ബോർഡുകളുടെ ഭരണവും അതിൻ്റെ ഉള്ളടക്കവും പൊതുവിൽ പരിശോധിച്ചതാണ്. ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകാരുമായിട്ട് ഞാൻ ഡിസ്കഷൻ നടത്തി. ആദ്യം വരുന്നത് ശബരിമലയാണ്. അപ്പോൾ ശബരിമലയും മുൻ വർഷങ്ങളിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നേരത്തെ പരിശോധിച്ചു. അപ്പോൾ ഭാവിയിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് സംബന്ധിച്ച് ആലോചിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ പ്രാവശ്യം കാലേ കൂട്ടി സാധാരണഗതിയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇതിൻ്റെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് അവലോകനമില്ല. ഞാൻ ജൂലൈ മാസത്തിൽ തുടങ്ങി. എന്നുവെച്ചാൽ സാധാരണ നടക്കുന്നതിനേക്കാൾ 2 മാസം മുമ്പ് ജൂലൈ തുടങ്ങി വെച്ചു അതിൻ്റെ മുന്നൊരുക്കങ്ങൾ. ആദ്യത്തെ സന്നിധാനത്തിലൊന്ന് പോയി തിരിച്ചിറങ്ങി വന്ന് പമ്പയിൽ തന്നെ വിളിച്ചു കൂട്ടി സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള മീറ്റിംഗ്. അപ്പോൾ പ്രാഥമികമായ ഒരുക്കങ്ങളിലേക്കുള്ള തീരുമാനങ്ങളായി. തുടർന്ന് ഞാൻ ദർബാർ ഹാളിൽ വീണ്ടും ഞാൻ തന്നെ മുൻകൈ എടുത്ത് എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനും ചേർത്തൊരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ പമ്പയിൽ വെച്ചെടുത്ത തീരുമാനം എത്രത്തോളം നടപ്പായി കഴിഞ്ഞിരിക്കുന്നു, ബാക്കി എത്ര നടപ്പാക്കാനാണെന്ന് റിവ്യൂ ചെയ്യും. പിന്നീട് വീണ്ടും ഒരു യോഗം പത്തനംതിട്ടയിൽ വെച്ചു, കളക്ടറേറ്റ്. അതിനുശേഷം വീണ്ടും ഒരു യോഗം CMൻ്റെ കൂടെ പങ്കെടുപ്പിച്ച് ഓൺലൈൻ നടന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഇടത്താവളങ്ങളിലേക്ക് പോയി. അതിൽ ഏറ്റുമാനൂർ, വൈക്കത്ത്, കടപ്പാട്ടൂർ, അത് ചെങ്ങന്നൂർ, പന്തളത്ത്, പത്തനംതിട്ടയിൽ, പുനലൂരിൽ ഇങ്ങനെയുള്ള ഇടത്താവളങ്ങളുടെ മീറ്റിംഗ്. അതിൽ സാധാരണ മുമ്പ് മന്ത്രിമാരൊന്നും താഴോട്ട് പോകാറില്ല. ഞാനതെല്ലാത്തിലും പോയി പങ്കെടുത്തു. ഒരെണ്ണമൊഴിച്ച് ബാക്കി എല്ലായിടത്തും പോയി പങ്കെടുത്തു. അപ്പോൾ അവിടെ ഈ താഴെ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ, ഭക്തരെ സംബന്ധിച്ചുള്ള വരുന്ന വിഷയങ്ങളോടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് നമുക്ക് നിലവിൽ ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലും അതുപോലെ കുമളിയിൽ നിന്ന് വരുന്ന പ്രദേശത്തും ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തിലെ അപര്യാപ്തത എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം പരിഹരിക്കാൻ ആവശ്യമായ ചില നിർദ്ദേശങ്ങളുണ്ട്, തീരുമാനമെടുത്തിരുന്നു. അതിലൊന്ന് പാർക്കിംഗ് സൗകര്യമാണ്. ആദ്യം അവിടെ എത്തുന്ന ഗതാഗതത്തിൻ്റെ പ്രശ്നം എടുത്തത് എല്ലാ വഴികളും ടാർ ചെയ്യും. നമ്പർ 1, അത് ഗതാഗതയോഗ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. നിലയ്ക്കലിൽ നിലവിലുണ്ടായിരുന്ന 8000 പാർക്കിങ്ങാണ്. ഒരു 2500 വണ്ടിക്കൂടെ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞു. 10500 പാർക്കിംഗ് സൗകര്യമായി. 2, മറ്റൊരു വഴി വരുന്നത് വടക്കുന്നാണ്, അത് എരുമേലിയാണ്. എരുമേലിയിൽ ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തപ്പോൾ ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഒരു 6 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുള്ളത് നേരത്തെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തു, ഇതിൽ സഹായിക്കണം. അവരിടപെട്ടു. അവരിതിനെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ 6 ഏക്കർ സ്ഥലം നമുക്ക് നിരപ്പാക്കി തന്ന് പാർക്കിങ്ങിനുള്ള സൗകര്യമായി. അപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 2 കേന്ദ്രങ്ങൾ കൂടുതൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടി. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും വലിയ ക്രൗഡ് ശബരിമലയിൽ വന്നാൽ അത് കൺട്രോൾ ചെയ്യാൻ ഇവിടെ വാഹനങ്ങൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ള പാർക്കിങ്ങിൻ്റെ ലക്ഷ്യം. അത് വിജയകരമായി. 1.
2, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ ഞങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ട് നിലവിൽ നിലയ്ക്കൽ വരെ വന്നുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, ചെറുവാഹനങ്ങൾ പമ്പയിൽ വരെ പോകാനുള്ള അനുമതി തരണമെന്ന് പറഞ്ഞു. അതിന് ബഹുമാനപ്പെട്ട കോടതി നമുക്ക് ഒരു കണ്ടീഷനോടുകൂടി അനുമതി തന്നു. എന്നുവെച്ചാൽ എപ്പോഴെങ്കിലും ക്രൗഡ് കൂടിയാൽ പോലീസിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായിരിക്കും ഈ പമ്പയിൽ വരാനുള്ള സൗകര്യം. അപ്പോൾ ഗതാഗതത്തിന് നമുക്ക് മുമ്പില്ലാതിരുന്നേക്കാൾ കൂടുതൽ കിട്ടിയ സൗകര്യങ്ങളാണ് ഈ സൂചിപ്പിച്ചത്. പിന്നെയുള്ളത് കാൽനടയായി വരുന്നവർ. അതിൽ ഏറ്റവും കൂടുതൽ കാനനപാതയിൽ കൂടി കടന്നു വരുന്നവരുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ കുമളിയിലിറങ്ങി വണ്ടിപ്പെരിയാറിൽ വന്ന് കാനനപാതയിൽ കൂടി വരുന്ന അതിന് 132ഓളം ഇടകേന്ദ്രങ്ങളുണ്ടാക്കി, താവളങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ. അവിടെ ഫോറസ്റ്റുകാരുടെ സഹായത്തോടു കൂടി ഈ ഇടത്താവളങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം, റിഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യം ഇതെല്ലാം ഒരുക്കി കൊടുത്തു. അപ്പം അവിടെയെല്ലാം ക്ലിനിക്കുകൾ ഏർപ്പെടുത്തി ഈ പാമ്പുകടി ഏൽക്കുന്ന സൗകര്യം വനത്തിൽ കൂടി വരുന്നവർക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. അതിന് ഈ സ്നേക്ക് അതെ ആൻറ്റി വെനം അവിടെ ഞങ്ങൾ കൃത്യമായി കരുതാൻ പറഞ്ഞു. അതെല്ലായിടത്തും സ്റ്റോക്ക് ചെയ്യിച്ചു. ആ കൂട്ടത്തിൽ സ്നേക്ക് ക്യാച്ചേഴ്സിനെ ഡിപ്ലോയ് ചെയ്തു. വനം വകുപ്പ് അതിനെ സഹായിച്ചു. ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു 2-3 കേന്ദ്രമുണ്ട് കാനനപാത. അവിടെയെല്ലാം അതിനെ നേരിടാൻ ഫോറസ്റ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ നിയോഗിച്ചു. ഇത് പ്രത്യേകമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നടന്നു വരുന്നവർക്ക് ഒരു തരത്തിലുള്ള ജീവഭയം ഉണ്ടാവാത്ത രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉറപ്പാക്കി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നടന്നു വരുന്ന ആളുകൾക്ക് കയറി വരുമ്പോൾ ഉള്ള വിശ്രമിക്കാനുള്ള സൗകര്യം നമ്മുടെ എല്ലാവർക്കും അറിയാം. സന്നിധാനത്തിന് തൊട്ടുപ്പുറമുള്ള നമ്മുടെ മരക്കൂട്ടം, ആ മരക്കൂട്ടം മുതൽ അങ്ങോട്ട് സ്റ്റീൽ ബെഞ്ചുകൾ തയ്യാറാക്കി ഒരു 1000-1200 പേർക്കെങ്കിലും നടന്നു വരുന്നവർക്ക്, കയ്യാലൊക്കെ കയറുന്നവർക്ക് അത് മാറി വിശ്രമ കേന്ദ്രങ്ങളാക്കി അവിടെ സ്റ്റീൽ ബെഞ്ചുകൾ സ്ഥാപിച്ചു സ്ഥിരമായില്ല. ഇതിനിടയിൽ വരുന്നവർക്കെല്ലാം മുട്ടിന് വെള്ളം കൊടുക്കാനും ബിസ്ക്കറ്റ് കൊടുക്കാനും അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ ഉറപ്പാക്കാനുള്ള വളണ്ടിയേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് മുട്ടിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഫോറസ്റ്റുകാരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ വളണ്ടിയേഴ്സ്, അത് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ ആ സൗകര്യങ്ങൾ കിട്ടി. അപ്പം നടന്നു വരുന്നവർക്കും ബുദ്ധിമുട്ടില്ലാതെ കയറിപ്പോൾ ആർക്കെങ്കിലും സഹായം, എപ്പോഴെങ്കിലും ഒരാൾക്ക് വിഷമം വരികയോ നടക്കാൻ മേലാതെ വരികയില്ല, അവരെ പെട്ടെന്ന് സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകാനുള്ള ട്രെയിൻഡ് ഫോഴ്സിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫോറസ്റ്റുകാർ നന്നായി ഫയർഫോഴ്സും സഹായിച്ചു. ഫയർഫോഴ്സിൻ്റെ തന്നെ ആധുനിക സംവിധാനങ്ങളുണ്ട്. ആ സെറ്റൂടെ വന്നപ്പോഴേക്കും നമുക്കേറെ സഹായിക്കും. രണ്ടാമത് അവിടെ നിൽക്കുന്ന വളണ്ടിയേഴ്സിനൊക്കെ CPR കൊടുക്കാനുള്ള സൗകര്യങ്ങൾ. എന്നുവെച്ചാൽ ഒരു ചെസ്റ്റ് പെയിൻ വന്നാൽ ഏറ്റവും പ്രാഥമികമായി കിട്ടേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് CPR. ആ CPR കൊടുക്കാൻ വരെ പഠിപ്പിച്ച ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. ഒപ്പം അവർക്ക് എല്ലാവിധ മെഡിക്കൽ എയ്ഡും കൊടുക്കാൻ കഴിയുന്ന സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് ഓരോന്നോരോന്നായി ഇങ്ങനെ തന്നെ നിർദ്ദേശിച്ചു പോയി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവർക്ക് മുമ്പുണ്ടായിരുന്ന വിഷമങ്ങളിൽ ഒന്ന് മഴയും വെയിലും കൊണ്ട് നിൽക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ വേണ്ടി 3 സൗകര്യങ്ങളുണ്ടാക്കി. ഒന്ന്, നിലയ്ക്കൽ 17,000 സ്ക്വയർ ഫീറ്റ് ജർമ്മൻ ബന്തലുണ്ടാക്കി, 2,500-ലേറെ ആൾക്ക് വിരിവയ്ക്കാം. 2, പമ്പയിൽ 20,000 സ്ക്വയർ ഫീറ്റ് ജർമ്മൻ ബന്തലുണ്ടാക്കി, അവിടെ 3,000 പേർക്ക് വിരിവയ്ക്കാം. 4, നമ്മുടെ സന്നിധാനത്തിൽ പല സ്ഥലത്ത് ഉപയോഗിക്കാതെ കിടന്ന സ്ഥലം അവിടുത്തെ എല്ലാ മാലിന്യങ്ങളും മാറ്റി നിരപ്പാക്കി ടൈൽസൊക്കെ പാകി ഭംഗിയാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്ക് വന്നിരിക്കാൻ 10,000 പേർക്ക് നിൽക്കാനുള്ള സൗകര്യമാക്കി. ഇതിനു പുറമെ പമ്പയിൽ തന്നെ നിൽക്കാനുള്ള സൗകര്യമുള്ള പന്തലുണ്ടാക്കി, ക്യൂ നിൽക്കാനുള്ള, അതൊരു 5,000 പേർക്ക്. അപ്പോൾ ഇത് മുമ്പില്ലാതിരുന്ന ഈ സൗകര്യങ്ങൾ വന്നതോടുകൂടി ഇപ്പോൾ വരുന്ന ഭക്തരെല്ലാം തൃപ്തരാണ്. ഒന്ന് വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, വിരിവയ്ക്കാനുള്ള സൗകര്യമായി, അവർക്കൊന്ന് വിശ്രമിക്കാനുള്ള സൗകര്യമായി. ഈ വിശ്രമിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ലഘുഭക്ഷണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ചുക്ക് കാപ്പി, ബിസ്ക്കറ്റ്, ബ്രെഡ് ഇതൊക്കെ കൊടുക്കുന്ന സംവിധാനമുണ്ട്. സന്നിധാനത്തിലെത്തുമ്പോൾ 25 ലക്ഷം പേർക്കോളം നമുക്ക് അന്നദാനം കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഇപ്പോൾ സന്നിധാനത്തിലുണ്ട്. ഭക്തരെ അവിടെ വന്നു എന്നതിന് അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവണയാണ്. അരവണയും അപ്പോൾ ഇല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ അംഗീകാരമാകില്ല. അത് കാലക്കൂട്ടി മനസ്സിലാക്കിയിരുന്നു. 40 ലക്ഷത്തോളം ടിൻ അരവണ ഉറച്ചി ഒന്നിന് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ആ പ്രശ്നത്തിനും പരിഹാരമായി. പിന്നെ തുടർച്ചയായി ഇത് ഉണ്ടാക്കാനുള്ള ടീമിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്.
സർക്കാരിന് ഈ ഫൈനാൻസിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് ഈ തവണ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ ബാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പം ദേവസ്വം ബോർഡ് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യവും നേരത്തെ തന്നെ തരംതിരിച്ച് ഗവൺമെൻറ് ചെയ്യേണ്ട ഫണ്ടൊക്കെ നേരത്തെ തന്നെ അതിനുവേണ്ടി വിനിയോഗിച്ചു കഴിഞ്ഞു. അതിൽ നമ്പർ 1 ഉദാഹരണമാണ് പമ്പയിലെ ഗസ്റ്റ് ഹൗസ്. നിങ്ങൾ ആരെങ്കിലും പോയി നോക്കുക. മുമ്പ് അതിൽ കയറി ആരും താമസിക്കുമായിരുന്നില്ല. ഇപ്പോൾ മനോഹരമായി ടൈൽസൊക്കെ പാകി അതിനകത്തെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നല്ല ഗസ്റ്റ് ഹൗസ് ആക്കി ഇപ്പോൾ ആരും വന്ന് കയറി താമസിക്കുന്ന രൂപത്തിലേക്ക് പമ്പയിലെ ഗസ്റ്റ് ഹൗസ് മാറി. സന്നിധാനത്തിൽ 54 മുറി ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതും ഇതുപോലെയായിരുന്നു, തുരുമ്പ് പിടിച്ച് താമസിക്കാൻ മേലാത്ത രൂപത്തിലൊക്കെ പലരും ആക്ഷേപിക്കുന്ന സാഹചര്യം മുമ്പുണ്ടായിരുന്നു. അത് മുഴുവൻ കൃത്യമായി ഭംഗിയാക്കി ടൈൽസൊക്കെ പാകി ഇപ്പോൾ മനോഹരമാക്കിയിരിക്കുന്നു. കാര്യമായി പ്രിപ്പറേഷൻസ് മുഴുവൻ കാലകൂട്ടി ചെയ്തു. ദർശനത്തിന്റെ കാര്യത്തിൽ അതും പറയാം, അതിലേക്ക് ഞാൻ വരാം. ഞാൻ എല്ലാതും പറയാം. എൻ്റെ കേക്ക് നമുക്ക് ആദ്യം ചർച്ച ചെയ്യുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് റിപ്പോർട്ട് വന്നു, സ്പോട്ട് ബുക്കിംഗ് കൂടുന്നത് പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന കാര്യം പറഞ്ഞു. അതാണ് ഈ സ്പോട്ട് ബുക്കിനെ കുറിച്ചൊരു വിവാദം വന്നത്. പക്ഷേ ഞങ്ങൾ അപ്പോഴും എടുത്തൊരു നിലപാട്, ശബരിമലയിൽ മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി വരുന്ന ഒരു ഭക്തനും തിരിച്ചു പോകാനുള്ള അവസരം ഉണ്ടാകരുത്. എല്ലാവർക്കും ദർശനം ഉറപ്പാക്കണം. ഇത് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ നിബന്ധന പറഞ്ഞപ്പോൾ ആ നിബന്ധന പറയാനൊരു കാരണം, പോലീസ് പറയാൻ കാരണം വെർച്വൽ ക്യൂവിലേക്ക് വരാൻ വേണ്ടിയാണ്. കഴിയുന്നത്ര വെർച്വൽ ക്യൂവിലേക്ക് വന്നാൽ എളുപ്പമുണ്ട്. അപ്പോൾ പെർ ഡേ ഒരു 80,000 വരുന്നതെങ്കിൽ ഒരു 70,000 വെർച്വൽ ക്യൂവും 10,000 ഈ പറയുന്ന സ്പോട്ട് ബുക്കിങ്ങുമാണ് അതിൻ്റെ ലക്ഷ്യാത്യന്തയായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിലൊന്നൊരു മാറ്റം. പണ്ട് 18ാം പടി കയറി വരുന്ന ഒരു ഭക്തനെ നേരെ ശബരിമലയിലേക്ക് പോലീസ് കൈ കൊടുത്ത് കയറ്റുമ്പോൾ പോലീസിൻ്റെ ഒരു കൈ വടത്തേലും ഒരു കൈയെ ഭക്തനും ഉണ്ടായിരുന്നു. ഇതൊരു മിനിറ്റിൽ 65 പേരെ കയറുള്ളായിരുന്നു. ഇപ്പോൾ അവിടെ ആ സ്ഥാനത്ത് പോലീസിന് ഇരുന്നുകൊണ്ട് ഇവരെ ഒരാളെൻ്റെ തോളിലും മറ്റിടുപ്പിലും പിടിച്ച് കയറ്റാൻ കഴിയുന്ന വിധത്തിലേക്ക് പോലീസിനൊരു സജ്ജീകരണം ഉണ്ടാക്കി. ആ സജ്ജീകരണം വന്നതോടുകൂടി 65 പേര് കയറുന്ന സ്ഥലത്ത് 85 പേര് ഒരു മിനിറ്റിൽ കയറും. ഇതൊരു മാറ്റമാണ്. ഈ വരുന്നവർക്ക് ഡിലേ ഇല്ലാതെ പോകുമ്പോൾ അവരും സംതൃപ്തരാണ്. അതവിടെ പോയി ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളവിടെ നിന്ന് ഇത് പരിശോധിച്ചപ്പോൾ അതുള്ള ക്ലിയറാണ്. ഒരു വിഷമവും ഇല്ലാത്ത രൂപത്തിലേക്ക് കയറി വരുന്ന രൂപത്തിലേക്ക് കൊണ്ടൊരു മാറ്റമാണ്. അപ്പോൾ അത് പൊതുവിൽ ഇപ്പോൾ വരുന്ന തീർത്ഥാടകർക്ക് വലിയ തടസ്സം അനുഭവപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോൾ 80,000 അല്ല, ഒരു 90,000 വന്നാലും പ്രശ്നമില്ല എന്നുള്ളത് അനുഭവം വന്നു കഴിഞ്ഞിരിക്കും. ഇത് സുഖമായി പോയി തുടങ്ങിയപ്പോഴേക്കാണ് ഇത്തവണ വന്ന ഒരാളും ഒരാക്ഷേപവും പറയാതെ എല്ലാവരും സംതൃപ്തരാണ് എന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യം. ഒന്ന് താമസമില്ല, 2 ലഘുഭക്ഷണമുണ്ട്. അവിടെ ഒരു പോലീസിന് ഇരുന്ന് വരെ കയറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്. തട്ടാട്ടുണ്ട്, ചെറിയ രൂപത്തിലുണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവർ പെട്ടെന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ തോളിലും ഇടുപ്പിലും പിടിച്ച് പെട്ടെന്ന് കയറ്റിവിടാൻ പറ്റുന്ന സാഹചര്യത്തിൽ കയറി വരുമ്പോൾ പാവങ്ങൾ കതച്ചാണല്ലോ കയറി വരുന്നത് 18ആണ്. ആ സൗകര്യം കൂടുതലായി ഉണ്ടാക്കി കൊടുത്തു. അത് പോലീസുമായി ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയാണ്. അപ്പോൾ അത് പ്രായോഗികമായി ഫലം കണ്ടു എന്നുള്ളതാണ് ഈ 65-ൽ നിന്ന് 85-ലേക്ക് ഒരു മിനിറ്റിൽ ആളിൽ കയറാനുള്ള സാഹചര്യം വരുന്നത്. മിനിസ്റ്റർ പറയുന്നത് കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 70,000 പ്ലസ് 10,000 അത് നോക്കിയിട്ട് അതിന് റിലാക്സേഷൻ ഉണ്ടാകുന്നു. ഒരു തരത്തിലും വന്ന ഒരാൾ പോലും തിരിച്ചു പോകേണ്ട ഗതികേട് ഉണ്ടാവില്ല. അത്തരം സൗകര്യങ്ങളായി കഴിഞ്ഞിരിക്കും. ഇപ്പം നമുക്ക് വന്ന വെർച്വൽ ക്യൂവിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോരായ്മ, 80,000 അല്ലെങ്കിൽ 70,000 പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ചെയ്തതിൽ ആരും പറയാതെ ക്യാൻസൽ ചെയ്യുന്ന രൂപത്തിലേക്ക് ചിലത് വരുന്നുണ്ട്, ചിലത് സമയത്ത് വരാതിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ന്യൂനത മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എന്നിരുന്നാലും താമസിച്ചു വന്നാലും അവർക്ക് പ്രവേശനം നിഷേധിക്കുന്നില്ല, കയറാനുള്ള സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ്. എന്തോ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ളവരും നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ളവരും ഉണ്ട്. ക്യാൻസലേഷൻ ഇടയ്ക്ക് വരുന്നുണ്ട്. അത് ഒരു ഓരോ ദിവസവും കൃത്യമല്ല. ഇപ്പോൾ 70,000 ബുക്ക് ചെയ്യുന്നിടത്ത് ചിലപ്പോൾ 6,000 വന്നതുകൊണ്ട്, 2,000 വന്നതുകൊണ്ട്, 2,800 വന്നു. അങ്ങനത്തെ ഒരു വേരിയേഷൻ വലിയ രൂപത്തിൽ കാണുന്നുണ്ട്. അതിന് പകരം അപ്പോൾ ചില ദിവസം ആദ്യത്തെ ദിവസം കണ്ടത് 3,000 താഴെയായിരുന്നു സ്പോട്ട് ബുക്കിംഗ്. രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ 5,000 മുകളിലായി. അത് വന്ന് ഒരു ദിവസം 11,000 ഇങ്ങോട്ടും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയായിരുന്നാലും എനിവേ വരുന്ന ഒരാളും തിരിച്ചു പോകേണ്ടി വരുന്നില്ല. എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്നു. അത് കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ്. എണ്ണം കൂടി ഇപ്പം തന്നെ 3.5 ലക്ഷം കൂടി കഴിഞ്ഞല്ലോ. നമ്മൾ ആദ്യത്തെ 15 ദിവസത്തിൽ തന്നെ പിന്നിട്ട വർഷത്തേക്കാൾ 3.5 ലക്ഷത്തോളം ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ 15 ദിവസങ്ങളിൽ ഞങ്ങൾ കണക്കെടുത്തിരുന്നു കൃത്യമായി. അത് കണക്ക് അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു.
റവന്യൂം ആ രീതിയിൽ വരുന്നുണ്ട്. 15 കോടിയോളം രൂപ ഈ 15 ദിവസത്തിനുള്ളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട്. ഒന്ന്, ഭക്തർ കൂടുതൽ വരുന്നു എന്നുള്ളത് കൊണ്ട് വരുന്നു. 2, സംതൃപ്തിയോടുകൂടി മടങ്ങുമ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ താല്പര്യത്തോടു കൂടി പിന്നെ വരുമാനത്തിൽ വർധന വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യം 2 തരത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നു. NSS അവരെല്ലാ കാലത്തും അഭിപ്രായം പറഞ്ഞു. ഈ പ്രാവശ്യം നല്ല രൂപത്തിൽ അദ്ദേഹം അവരുടെ ഓർഗനൈസർ, അവരുടെ ഒരു മാസികകൾ, മുഖമാസികയിൽ തന്നെ അദ്ദേഹം നന്നായി എഴുതിയിരുന്നു അഭിപ്രായം, എല്ലാ ക്രമീകരണങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ പൊതുവിൽ അവർ മാത്രമല്ല, ഞങ്ങൾ പല കൂട്ടർ വിളിച്ച് പറയാറുണ്ട്.